Welcome all. I am Irishree and my topics include wetland reclamation, rainwater harvesting, and National Green Tribunal Act 2010. First of all, let us see what are wetlands. Wetlands are areas where water covers the soil or is present either at or near the surface of the soil all year or for varying periods of time during the year, including during the growing season. വെറ്റ്ലാൻഡ്സ് എന്ന് വെച്ചാൽ ഏരിയാസ് വിച്ച് ആർ കവേർഡ് ബൈ വാട്ടർ വാട്ടർ സോയിലിനെ കവർ ചെയ്ത് കിടക്കുന്ന ഏരിയാസിനെയാണ് വെറ്റ്ലാൻഡ്സ് എന്ന് പൊതുവെ പറയുന്നത്. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഈതർ അറ്റ് ദ നിയർ ദ സർഫസ് ഓഫ് സോയിൽ ഓൾ ഓവർ ദ ഇയർ ഓർ വേരിയിങ് പീരീഡ്സ് ഓഫ് ടൈം ആയിട്ട് സീസണലായിട്ടും കാണാൻ പറ്റും. ഇത് സീസണലും ആവാം, പെർമനൻറ്റ് ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ എക്കോസിസ്റ്റം ആയിട്ടും വെറ്റ്ലാൻഡ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് വാട്ട് ഈസ് വെറ്റ്ലാൻഡ് റിക്ലമേഷൻ? റിക്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റീസ്റ്റോറേഷൻ ഓഫ് ഡീഗ്രേഡഡ് വെറ്റ്ലാൻഡ്സ്, അതായത് നശിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന വെറ്റ്ലാൻഡ്സിനെ റിസ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വെറ്റ്ലാൻഡ് റിക്ലമേഷൻ എന്ന് പറയുന്നത്. അതായത് ടു ദെയർ ഫോർമർ ഹൈഡ്രോളജിക്കൽ ആൻഡ് ഇക്കോളജിക്കൽ ഫങ്ഷൻ. ആദ്യം ഉണ്ടായ ഇക്കോളജിക്കലും ഹൈഡ്രോളജിക്കലും ഫങ്ഷൻസിനെ റീഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യുക, പണ്ടത്തെ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. എങ്ങനത്തെ ഡീഗ്രേഡഡ് ആയിട്ടുള്ള വെറ്റ്ലാൻഡ്സിനെ പണ്ടത്തെ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് റിക്ലമേഷൻ അല്ലെങ്കിൽ വെറ്റ്ലാൻഡ് റിക്ലമേഷൻ എന്ന് പറയുന്നത്. Wetlands are altered by the removal of stream bank vegetation, dredging and spoil disposal, ditching, intrusion of invasive species and other factors. അതായത് വെറ്റ്ലാൻഡ് ഡീഗ്രേഡ് ആവാൻ പല കാരണങ്ങളുമുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ആൾട്ടർ ചെയ്യുന്നത്? അതായത് ഡീഗ്രേഡ് ആയിട്ടുള്ള വെറ്റ്ലാൻഡ്സിനെ ആൾട്ടർ ചെയ്ത് തിരിച്ച് പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിന് ഈ ആവശ്യമില്ലാത്ത അതിൻ്റെ ബാങ്കിലുള്ള വെജിറ്റേഷനെ റിമൂവ് ചെയ്യുക, പിന്നെ ഇൻട്രൂസീവായിട്ട് കടന്നു വരുന്ന സ്പീഷീസ്, ഇൻവേഡ് ചെയ്യുന്ന സ്പീഷീസ് ഉണ്ടാവും, അതിനെല്ലാം റിമൂവ് ചെയ്തിട്ട് അവിടുത്തെ ഇത് നീറ്റാക്കുന്നത്, ഒരു ഹൈജീനിക് പ്ലേസ് ആക്കുന്നത് ഒരു മേജർ റോളുണ്ട് വെറ്റ്ലാൻഡ് റിക്ലമേഷനിൽ. ഇറ്റ് ഇനീഷ്യലി ഇൻവോൾവ്സ് ദ സ്റ്റെബിലൈസേഷൻ ഓഫ് ദ ഡിഗ്രേഡഡ് ഏരിയ. അവിടെ സ്റ്റെബിലൈസിങ് ആണ് അവിടെ ആദ്യം നടക്കുന്നത്. നമ്മൾ അത് പഴയ ഫോമിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അവിടുത്തെ സോയിലും വാട്ടർ ക്വാളിറ്റി എല്ലാം ക്യാരക്ടറൈസ് ചെയ്തിട്ട് പഴയ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം. വെറ്റ്ലാൻഡ് റിക്ലമേഷൻ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് മൾട്ടി ഡിസിപ്ലിനറി എക്സ്പെർട്ടൈസ് ഇൻക്ലൂഡിങ് ഹൈഡ്രോളജിസ്റ്റ്, എക്കോളജിസ്റ്റ്, ജിയോളജിസ്റ്റ്, എഞ്ചിനീയേഴ്സ് എല്ലാം ചെയ്യുന്ന വർക്കിൻ്റെ ഫലമായിട്ടാണ് വെറ്റ്ലാൻഡ്സിനെ റിക്ലെയിം ചെയ്ത് നമുക്ക് പഴയ ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. റീസ്റ്റോറിംഗ് ഓർ ലോസ്റ്റ് ഓർ ഡീഗ്രേഡഡ് വെറ്റ്ലാൻഡ്സ് ഇസ് എ വാല്യുബിൾ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് വേ ഫോർ സൊസൈറ്റി ടു എൻഹാൻസ് വെറ്റ്ലാൻഡ് ഇക്കോസിസ്റ്റം സർവീസസ്. ഇക്കോസിസ്റ്റം സർവീസസിന് വെറ്റ്ലാൻഡ് ഇക്കോസിസ്റ്റം സർവീസസിനെ എൻഹാൻസ് ചെയ്ത് തിരിച്ച് പഴയ രൂപത്തിൽ കൊണ്ടുവരാനുള്ള ഒരു വാല്യുബിളും കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ്സുമാണ് റിസ്റ്റോറേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സിലേക്കൂടെ നമ്മൾ ചെയ്യുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് റെഡ്യൂസിങ് ദ റിസ്ക് ടു ഹ്യൂമൻ ഓഫ് ഇമ്പാക്ട്സ് ഫ്രം കോസ്റ്റൽ സ്റ്റോംസ് ആൻഡ് അതർ ഇവൻറ്റ്സ്. നമ്മൾ റിസ്ക്സ് നമ്മൾ സേവ് ചെയ്യുന്ന റിസ്ക് ടു ഹ്യൂമൻ ഓഫ് ഇമ്പാക്ട്സ് ഫ്രം കോസ്റ്റൽ സ്റ്റോംസ്, കോസ്റ്റൽ ഏരിയാസിലുള്ള സ്റ്റോംസ് എന്നല്ല നമ്മൾ അങ്ങനത്തെ റിസ്ക് എന്നല്ല നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു വെറ്റ്ലാൻഡ് റിക്ലമേഷൻ. ഇറ്റ് ഇംപ്രൂവ്സസ് ദ ഫുഡ് ആൻഡ് വാട്ടർ സെക്യൂരിറ്റി ആൻഡ് ഇൻക്രീസസ് ദ കപ്പാസിറ്റി ടു മിറ്റിഗേറ്റ് ആൻഡ് അഡാപ്റ്റ് ടു ക്ലൈമറ്റ് ചേഞ്ച്. സോ ദിസ് ഈസ് കോൾഡ് വെറ്റ്ലാൻഡ് റിക്ലമേഷൻ. Here are the pictures of coastal wetlands, inland freshwater swamps, agriculture or agricultural land covered with water, build-up area, etc. These are all wetlands which can be degraded to a later date and which can be reclaimed back if at all it is degraded. The next topic is rainwater harvesting. That is a very common topic that we have known for years. We all know that rainwater harvesting means capturing rainwater. അതായത് റെയിൻ വാട്ടറിനെ ക്യാപ്ചർ ചെയ്ത് വെക്കുക വേർ ഇറ്റ് ഫാൾസ്. അതായത് മഴ പെയ്യുമ്പോൾ അതിനെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ട് അത് ഒഴുകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ക്യാപ്ചറിങ് ദ റൺ ഓഫ് ഇൻ ദ വില്ലേജസ് ആൻഡ് ടൗൺസ്. വില്ലേജസ് ആൻഡ് ടൗൺസിന് ഒഴുകിപ്പോകുന്ന വെള്ളത്തിനെ ക്യാപ്ചർ ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് സൈമൾട്ടേനിയസ്ലി ഇറ്റ് മീൻസ് ടേക്കിംഗ് മെഷേഴ്സ് ടു കീപ് ദാറ്റ് വാട്ടർ ക്ലീൻ ബൈ നോട്ട് അലൗവിങ് പൊല്യൂട്ടിങ് ആക്ടിവിറ്റീസ് ടു ടേക്ക് പ്ലേസ് ഇൻ ദ കാച്ച്മെൻറ്റ് ഏരിയ. അതായത് ഈ ഒഴുകിപ്പോകുന്ന റൺ ഓഫ് വാട്ടറിനെ പിടിച്ച് വെക്കുവാന്ന് കൂടുതലല്ലാണ്ട് അതിനെ പൊല്യൂട്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, അതായത് ആ ക്യാച്ച് ചെയ്ത് വെച്ച ഏരിയ പൊല്യൂട്ട് ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കലും അത് പ്യൂരിഫൈ ചെയ്യലും ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഇൻ ജനറൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഈസ് ഡയറക്റ്റ് കളക്ഷൻ ഓഫ് റെയിൻ വാട്ടർ.
That is what rainwater harvesting is in simple words. It can be undertaken through a variety of ways, like capturing the runoff from rooftops വരുന്ന റെയിൻ വാട്ടർ റൺ ഓഫ് ചെയ്ത് പുറത്തേക്ക് പോകാണ്ട് നമുക്ക് കളക്ട് ചെയ്ത് വെക്കാനുള്ള മെത്തേഡ്സ്, ക്യാപ്ചറിങ് റൺ ഓഫ് ഫ്രം ലോക്കൽ ക്യാച്ച്മെൻറ്റ്സ് ആൻഡ് സീസണൽ ഫ്ലഡ് വാട്ടേഴ്സ് ഫ്രം ലോക്കൽ സ്ട്രീംസ്, അതായത് സീസണലായിട്ടുള്ള ഫ്ലഡിൽ നിന്ന് വരുന്ന വെള്ളം നമുക്ക് ക്യാച്ച് ചെയ്ത് വെക്കാനുള്ള മെഷേഴ്സ് ഉണ്ട്. കൺസേർവിങ് വാട്ടർ ത്രൂ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ്, പിന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. And the advantages are mostly the benefits of rainwater harvesting system is very advantageous. So major advantages are it decreases the demand for water, it improves the quality and quantity of groundwater, and it does not require a specialized filtration system for landscape irrigation purpose nonnum specialized ആയിട്ടുള്ള filtration സിസ്റ്റത്തിനൊന്നും ആവശ്യമില്ല. And this technology is relatively simple and easy to install and operate, and majorly it reduces soil erosion, stormwater runoff, flooding പോലത്തെ സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കണ്ടീഷനിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ആൻഡ് പൊല്യൂഷൻ ഓഫ് സർഫസ് വാട്ടർ വിത്ത് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, മെറ്റൽസ് ആൻഡ് അതർ സെഡിമെൻറ്റ്സിനെ കൊണ്ട് സർഫസ് വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യാണ്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഇറ്റ്സ് എൻ എക്സലൻറ്റ് സോഴ്സ് ഓഫ് വാട്ടർ ഫോർ ലാൻഡ്സ്കേപ്പ് ഇറിഗേഷൻ. നമുക്ക് ലാൻഡ്സ്കേപ്പിന് ഇറിഗേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എക്സലൻറ്റ് സോഴ്സ് ഓഫ് വാട്ടറാണ്, വിത്ത് നോ കെമിക്കൽസ് ആൻഡ് dissolved salts and free from all minerals. So that is the advantage of rainwater harvesting, and here is a picture of rainwater harvesting shown. The rain from the rooftops and all are collected, and it is filtered. Without filtration it can be used for irrigation purpose, and after filtration it is given to the main tank, and from the pump, using the pump, it is used for garden watering, garden watering, toilet flushing, car washing, cloth washing, etc. all other domestic activities it is used. And then it is the overflowing water is stored in the well, which provides to the groundwater. So it is a very useful technique, rainwater harvesting. Next topic is National Green Tribunal Act 2010. This act was enacted in 2010. It is an act of the Parliament of India which enables the creation of a special tribunal. ഒരു സ്പെഷ്യൽ ട്രിബ്യൂണലിന് നമ്മൾ എക്സ്പീഡിഷ്യസ് ആയിട്ടുള്ള ഡിസ്പോസൽ ഓഫ് കേസസ് പെർട്ടൈനിങ് ടു എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, അതായത് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കിയ ഒരു സ്പെഷ്യൽ ട്രിബ്യൂണലാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഡ്രോസ് ഇൻസ്പിറേഷൻ ഫ്രം ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ പാർട്ട് 3 ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന ഇന്ത്യേൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷന് ഇൻസ്പയർ ആയിട്ട് എടുക്കുന്ന ഒരു ആക്റ്റാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട്, വിച്ച് വാസ് ഇനാക്റ്റഡ് ഇൻ 2010. ഇറ്റ് ഇൻവോൾവ്സ് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, അതായത് ആർട്ടിക്കിൾ 21 ഇൻവോൾവ്സ് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി വിച്ച് അഷ്യൂർസ് ദ സിറ്റിസൺ ഓഫ് ഇന്ത്യ ദ റൈറ്റ് ടു എ ഹെൽത്തി എൻവയോൺമെൻറ്റ്. സോ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഡ്രോ ചെയ്തിട്ടാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010 enacted ചെയ്തത്. The Legislative Act of Parliament defines the National Green Tribunal Act 2010 as follows. So it is defined as follows. National Green Tribunal Act 2010 is an act to provide for the establishment of a National Green Tribunal for the effective and expeditious disposal of cases relating to environmental protection and conservation of forests and other natural resources, including enforcement of any legal right relating to environment and giving relief and compensation for damages to persons and properties and for matters connected therewith or incidental thereto. So it simply in words it can be said that it's an act to provide establishment, like ഒരു effective ആയിട്ടുള്ള disposal of cases relating to environmental protection റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട്സ് കിട്ടാനും ആ കേസിന് ഡിസ്പോസലിനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്റ്റാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട്. സോ ഹിയർ ഇസ് ദ ലോഗോ ഓഫ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, ആൻഡ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഇസ് എ സ്പെഷ്യൽ ബോഡി സെറ്റപ്പ് അണ്ടർ ദ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010. It enables the creation of a special tribunal to handle cases related to environmental issues. അതായത് എന്ത് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിലും അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ബോഡി ആണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ഇത് വന്നത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010 കീഴിലാണ്.
and it was enacted by the Parliament of India, and it has 5 regional branches at New Delhi, one at Bhopal, another at Pune, Chennai and at Kolkata. അപ്പോൾ 5 റീജിയണൽ ബെഞ്ചസ് ആണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിലുള്ളത്. അപ്പം അങ്ങനെ 5 ഓഫീസസ് ഉണ്ടാവും, ആൻഡ് ഈച്ച് ബെഞ്ച് ഹാസ് എ പെർട്ടിക്കുലർ ജുറിസ്ഡിക്ഷൻ. അപ്പം ഇന്ന് ഭോപ്പാലിൻ്റെ ഏരിയയിൽ വരുന്ന എല്ലാ എൻവയോൺമെൻറ്റൽ കാര്യങ്ങളും അവിടെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസും കൈകാര്യം ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത് ആരായിരിക്കും? ഭോപ്പാൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആയിരിക്കും. It was set up under the National Green Tribunal Act 2010. So that's all about my topics. Thank you all for your time.